കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ആരോ പുറകിൽ നിന്നും തള്ളി. എന്നിട്ട് അവൻ സമന്തയുടെ ബാഗ് എടുത്ത് ഓടി. സമന്ത നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഡിറ്റക്റ്റീവ് മെഹുൽ മോഷണം നടന്ന അതേ സ്ഥലത്തുണ്ടായിരുന്നു. സമന്തയുടെ ശബ്ദം കേട്ട് മെഹുൽ കള്ളനെ പിന്തുടർന്നു. മെഹുൽ കള്ളനെ പിന്തുടർന്ന് ഒരു കഫേയിലെത്തി. കഫേയിൽ കയറിയ മെഹുൽ സമന്തയുടെ ബാഗ് തറയിൽ കണ്ടെത്തി. കഫേയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. എന്താ നിങ്ങൾക്ക് പറയാമോ ഈ 4 പേരെയും നോക്കി ഇതിൽ ആരാണ് കള്ളനെന്ന്? ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. 1, 2, 3 or 4. അതെ, നിങ്ങൾ മൂന്നാമത്തെ ആളെ നോക്കിയാൽ അവന്റെ കോഫി വളരെ ചൂടാണ്. പിന്നെ ന്യൂസ് പേപ്പർ തലക്കീഴായി പിടിച്ചാണ് വായിക്കുന്നത്. അതിനർത്ഥം അവൻ ഇപ്പോൾ വന്നു. സോ അവനാണ് കള്ളൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആന്തൽ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വിലയേറിയ ഒരു കല്ല് ആരോ മോഷ്ടിച്ചു. ആന്തൽ രാജാവിന്റെ സൈന്യം 4 പേരെ പിടികൂടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇവർ 4 പേരും അവർ നിരപരാധികളാണെന്ന് അവകാശപ്പെട്ടു. കള്ളനെ തിരിച്ചറിയാൻ വേണ്ടി രാജാവ് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഇവർക്ക് 4 പേർക്കും ഓരോ വടി കൊടുത്തുകൊണ്ട് രാജാവ് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ട്. ഈ വടി കള്ളന്റെ വീട്ടിൽ 2 ഇഞ്ച് നീളം വരും. വിലയേറിയ കല്ല് മോഷ്ടിച്ച വ്യക്തിക്ക് വലിയ വടി ഉണ്ടായിരിക്കും. അപ്പോൾ 4 പേരും ആ വടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം 4 പേരും അവരുടെ വടികളുമായി രാജാവിന്റെ അടുത്തെത്തി. രാജാവ് അവരെ നോക്കി. അപ്പോൾ തന്നെ കള്ളൻ ആരാണെന്ന് രാജാവിന് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് പറയാമോ ഇതിൽ ആരാണ് കള്ളനെന്ന്? ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. A, B, C or D. അതെ, ഡി ആണ് കള്ളൻ. കാരണം വടി 2 ഇഞ്ച് വളരുമെന്ന് കരുതിയ കള്ളൻ വടി 2 ഇഞ്ച് ചെറുതാക്കി രാജാവിന്റെ അടുത്തേക്ക് പോയി. എന്തല്ലേ കള്ളന്റെ ബുദ്ധി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്ന് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പെയിന്റ് ചെയ്യുന്നത് കാണാനും അതിനൊപ്പം ഫോട്ടോ എടുക്കാനും കുറെ പേർ മ്യൂസിയത്തിൽ എത്തി. പിറ്റേ ദിവസം മ്യൂസിയത്തിൽ നിന്നും പെയിന്റിംഗ് കാണാതായി. മോഷണത്തെ കുറിച്ച് അന്വേഷിക്കാൻ മ്യൂസിയത്തിന്റെ ഓണർ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു. രാത്രിയിൽ 3 സെക്യൂരിറ്റി ഗാർഡ്സിനെ സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം മെഹുലിനെ അറിയിച്ചു. അവരിൽ ഒരാളായിരിക്കും അത് മോഷ്ടിച്ചത്. മെഹുൽ 3 ഗാർഡുകളുടെ വീടുകളും പരിശോധിച്ചു. പിന്നീട് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ ഗാർഡിനോട് ചോദിച്ചപ്പോൾ ഒന്നാമത്തെ ഗാർഡ് പറഞ്ഞു, എന്നെ മ്യൂസിയത്തിന്റെ പുറത്തെ ഗേറ്റിലാണ് നിർത്തിയത്. ഒരു പ്രാവശ്യം ഒരു സുഹൃത്തിനോട് സംസാരിക്കാൻ പോയി. രണ്ടാമത്തെ ഗാർഡിനോട് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ഗാർഡ് പറഞ്ഞു, എന്നെ മ്യൂസിയത്തിനുള്ളിലാണ് നിർത്തിയത്. പക്ഷേ മോഷണത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. മൂന്നാമത്തെ ഗാർഡിനോട് ചോദിച്ചപ്പോൾ മൂന്നാമത്തെ ഗാർഡ് പറഞ്ഞു, മ്യൂസിയത്തിന്റെ പുറത്തെ ഗേറ്റിലാണ് എന്നെ നിർത്തിയത്. വാഷ്റൂമിലേക്ക് കയറാൻ ഒരിക്കൽ അകത്ത് കയറി. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ആരായിരിക്കും യഥാർത്ഥ കള്ളനെന്ന്? ആലോചിക്കൂ. ആലോചിച്ചു കൊണ്ടേയിരിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഗാർഡ് 1, ഗാർഡ് 2 or ഗാർഡ് 3. അതെ, ഗാർഡ് 3ന്റെ വീട്ടിലെ പെയിന്റിംഗ് സ്വന്തം വീട്ടിൽ നിന്നുള്ളതും മ്യൂസിയത്തിൽ നിന്നുള്ള പിക്ചറുമാണ്. സോ അവനാണ് കള്ളൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.